ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. സ്കൂള് തുറന്നു. ഇന്ന് സ്കൂള് തുറന്ന് രണ്ടാമത്തെ ദിവസമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് സ്കൂളിലേക്കൊക്കെ പോവാണ്. അപ്പോൾ മഴ നന്നായി പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നന്നായി പെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നല്ല വെയിലാണ്, നല്ല ചൂടാണ്. നല്ല വെയിൽ വരുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ക്ലൈമറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം മഴയൊക്കെ വരുമ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ ഗൈസ്? അല്ലേ, ശരിയല്ലേ? അപ്പോൾ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഉള്ളത്, അതായത് മാതാപിതാക്കളോട് വേണ്ടിയിട്ടാണ്. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്. പാരൻസിനോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക തന്നെയല്ല, ഈ കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്തെങ്കിലും കൊടുക്കണം. കാരണം ഇത് ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ സ്കൂളിലേക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു അല്ലേ. രക്ഷിതാക്കളോടാണ് കേട്ടോ പറയണത്, രക്ഷിതാക്കളോടാണ്. സ്കൂളൊക്കെ തുറന്നു. സ്കൂളിലേക്ക് നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ. നമ്മൾ സ്കൂളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അവരെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ക്ലിയറായിട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാതാപിതാക്കളുടെ തിരക്കുകൾ, അല്ലെങ്കിൽ എല്ലാവരും അച്ഛനമ്മയായാലും, ഒരു വീട്ടിലെ അച്ഛനമ്മയായാലും, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സഹോദരങ്ങളായാലും അവർ ജോലി തിരക്ക് കാരണമൊക്കെ ഇത് എന്താ പറയുക മിസ്സായി പോകും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് വരുന്നത്. അതായത് ജോലിക്കാണ്. അപ്പോൾ അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇപ്പോൾ ഓരോ മേഖലകളിലേക്ക് ജോലിക്ക് പോകും, ജോലി തിരക്കാണ്. അപ്പം അത് കാരണം നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളുടെ ആയാലും കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് ഒരു പരിധിവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മാക്സിമം കെയർ ചെയ്യണം. ഒരു ദിവസം 2 ദിവസം കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ അവർ വേണം. കാരണം അവരിപ്പോഴും ഉത്തരവാദിത്വ, അതായത് ഒരു മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടില്ല. അതായത് ജീവിതം എന്താണ്, ലൈഫ് എന്താണ്, അവർ വിചാരിക്കുന്ന ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് പോവുക, സ്കൂളിൽ പോവുക, കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കുക, തിരിച്ച് വീട്ടിൽ വരിക, അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യുക, അവരോടൊപ്പം കറങ്ങി നടക്കുക. അതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ അതിര് വിടുമ്പോൾ അതായത് എല്ലാം നല്ലതാണ്. ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, എല്ലാവരും നല്ലതിനാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് വളരെയധികം ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഫ്രീഡം അവർ മിസ്യൂസ് ചെയ്യണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്, അതായത് ഞാൻ പറയുന്ന ഓരോ മാതാപിതാക്കളോടാണ് പറയുന്നത്, അവർക്ക് തന്നെയാണ് ഇതിൻ്റെ വലിയ നഷ്ടം. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പ് നമ്മൾ എന്തായാലും എടുക്കണം അല്ലേ. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റിലും, സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മുടെ ചുറ്റിലും പല വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അതായത് എന്താ പറയുക, ഞാനൊരു ന്യൂസ് കണ്ടതാണ്. മിനിഞ്ഞാന്നൊന്നല്ല, ഒരു കഴിഞ്ഞ ആഴ്ച കണ്ട ന്യൂസ് വായിച്ചത്. ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ ഒരു 34 വയസ്സുള്ള ഒരു വിവാഹിതനായ ഒരു പുരുഷൻ. ആ വ്യക്തി ഒരു ഭാര്യയും 2 മക്കളൊക്കെ ഉള്ളതാണ്. ഈ കുട്ടിയായിട്ട് പ്രണയത്തിലാണ്. അത് ആ ചിന്ത തന്നെ വലിയൊരു തെറ്റാണ് അല്ലേ. ഒരു 17 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയോട് ഇയാൾക്ക് തോന്നാവുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് വളരെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കുട്ടിയെ സ്നേഹിക്കുക, ആ കുട്ടിയായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുകയും, അതുപോലെ തന്നെ അത് അവസാനം അവരുടെ രണ്ടുപേരുടെയും ആത്മഹത്യയിലേക്കാണ് അത് വഴിതെളിച്ചത് അല്ലേ. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വാർത്തയ്ക്ക് അടുത്ത് വന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക വാർത്തകളും നമ്മൾ കാണുന്നതാ അല്ലേ. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലർ മനസ്സിലൊക്കെ എന്താ പറയാ, ചിലർ മനസ്സിൽ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ. ചിലവർ മനസ്സിൽ പറയാം അയ്യോ പാവം. ചിലവർ മനസ്സിൽ അത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ. ചിലരത് അതിനെക്കുറിച്ച് എന്താ പറയുക, വളരെയധികം ശകാരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് വളരെ തെറ്റായി പോയി എന്നൊക്കെ ആക്രോശിക്കും കാര്യം. അപ്പോൾ അവരുടെ എന്താ പറയുക,
ചുറ്റുപാടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷെ അവസാനം എത്തിപ്പെട്ടത് ഒരു ആത്മഹത്യയിലേക്കാണ്. അപ്പം അത് തീരാ നഷ്ടമാണ് ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ ആ ഭാര്യയുടെയും മക്കളുടെയും ഒരു തീരാ നഷ്ടമാണ് അയാൾ പോയത്, ആ ഒരു വ്യക്തി പോയത്, മരിച്ചു പോയതും. ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് എത്രയധികം വിഷമം വന്നിട്ടുണ്ടാവും. അതൊന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനാഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ ചുറ്റിൽ നമ്മൾ കണ്ണോടിച്ചാൽ തന്നെ അറിയാം. പിന്നെ എന്താ പറയുക, നമ്മൾ സ്ഥിരം ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ്, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ ഈ കാര്യം പറയുന്നതുകൊണ്ട് ആരും ഒന്നും എന്താ പറയുക, എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് ഒന്നും. ചിലപ്പോൾ നാളെ നമ്മുടെ മക്കളായിരിക്കാം ആ ഭാഗത്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരായിരിക്കാം ഈ ഭാഗങ്ങളിലൊക്കെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കാണുന്നത്. എന്താ പറയുക, ഞാനിത് പലരും ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സ്കൂളിൽ അതായത് നമ്മുടെ മക്കളെ ഒരു പ്രത്യേക കെയർ തന്നെ കൊടുക്കണം ഗൈസ്. ഇപ്പോൾ ടൗണിൽ തന്നെ ആയാലും ശരി, ടൗണിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ പലയിടങ്ങളിലും ഓരോ റൗണ്ടിൽ തേക്കിൻകാട് മൈതാനത്തിലായാലും അല്ല പല ഭാഗങ്ങളിലായാലും സ്കൂളിലൊക്കെ പോകാൻ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ചില വിദ്യാർത്ഥി, അല്ലെങ്കിൽ ചെറിയ +2 പഠിക്കുന്ന ചെറിയ കുട്ടികൾ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതിനൊരു മെച്യൂരിറ്റി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ചെറിയ കുട്ടികൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷൻ ഹാളിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, കാറിൽ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചല്ലോ, എന്തൊക്കെയാണ് അവിടെ കാണുന്നത് നമുക്കൊരു പേടി തോന്നാം. കാരണം അതൊക്കെ കാണുമ്പോൾ നോക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു ഭയം തോന്നും. എന്താണ് ഇവർ കാണിച്ചു കൂടണം, അല്ലെങ്കിൽ എന്താണ് ഇവർ കാണിക്കുന്നത്. അത് നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും സഹോദരങ്ങളാവാം. നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ. അത് പല അപകടങ്ങളിലേക്കും ചെന്നെത്തും. അവസാനം ചെന്നെത്തിയിട്ട് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ലഭിച്ചിട്ട് കാര്യമില്ല. അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോടാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളോടാണ്. തിരക്കുള്ള എന്നും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഈ മക്കളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ ഒരു 50% ഒക്കെ പറ്റുള്ളൂ. എല്ലാവരും 100% കൊടുക്കില്ല. അങ്ങനെ പറ്റില്ലെങ്കിൽ വേറെ മാർഗ്ഗങ്ങൾ നമ്മൾ അതിന് നോക്കണം. നമുക്ക് വിശ്വാസം എന്ന് തോന്നുന്ന ആരെങ്കിലും അത് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് പറഞ്ഞു വിടണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചിന്ത നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാളെ നമുക്കും വരില്ല. അല്ലെങ്കിൽ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിൽ നമ്മുടെ മക്കൾ ഓക്കെയാണ് എന്നൊക്കെ, പക്ഷെ പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പം ഞാൻ പറയുന്ന ഈ കാര്യം കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ മക്കളും അവരിങ്ങനെയൊക്കെ ആവുമോ, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക ഒരു കെയറിങ് കൊടുക്കണം, അവർ നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മുടെ വിശ്വാസം ഓക്കെ, പക്ഷെ വിശ്വാസത്തിൻ്റെ കൂടെ നമ്മളൊരു കരുതലും കൂടി കൊടുക്കണം, ഒരു പ്രാക്ടിക്കലി ഒരു കരുതലും കൂടി നമ്മൾ നോക്കണം. അങ്ങനെയാകുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് കൂടുതലും ഒരു പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനും അവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും അവർക്ക് നല്ല കെയർ കൊടുക്കാനും നമുക്ക് പറ്റും. ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, കുറേ നാൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് പലതും കാണുമ്പോഴൊക്കെ. അപ്പോൾ ഈ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലെത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ ബോധത്തിലേക്ക് ഈ കാര്യം എത്തിക്കുക. അപ്പോൾ പലരും അത് എന്താ പറയുക, അവർക്ക് അറിയില്ലായിരിക്കും, ചിലവർക്ക് തിരക്കുള്ള ലൈഫ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴെങ്കിലും അവരൊന്ന് ശ്രദ്ധിക്കണം, അവരുടെ മക്കളെ കെയർ ചെയ്യണം, അവർ എന്താ പറയുക നല്ല രീതിയിൽ അവർ നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇന്ന് ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, എല്ലാവരുടെയും ചിന്തയിലേക്ക് എത്തിക്കണം തോന്നി. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ജീവിതത്തിൽ എന്താ പറയുക വഴി തെറ്റാതെ, അല്ലെങ്കിൽ നല്ലൊരു ഇങ്ങനെ ഒരു എന്താ പറയുക തെറ്റായ പ്രണയബന്ധങ്ങളിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ ലൈഫൊക്കെയാണ്, അപ്പോൾ അവർക്ക് ഫ്രീഡാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി അങ്ങനെയൊക്കെ നടന്ന്, അത് വീട്ടിൽ തന്നെ ഇഷ്യൂസ് പല അനുഭവങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും ഇല്ലേ. ഒന്ന് കണ്ണോടിച്ചാൽ മതി ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതൊക്കെ ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ഒപ്പം വളരെയധികം പ്രാർത്ഥിക്കുക. അവർക്ക് നല്ല രീതിയിലൊക്കെ പോകണം, അല്ലെങ്കിൽ നന്നായി പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിതാക്കളെ സ്നേഹിക്കാനും വേറൊരു തെറ്റായ ചിന്തഗതിയിലേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ഫോട്ടോയ്ക്ക് എനിക്ക് എൻ്റെ റിലേറ്റീവ്, ഷീസ് മൈ റിലേറ്റീവ് ആൻഡ് മൈ ഫാൻ ഓൾസോ. ആൻഡ് ആള് എന്നോട് പേര് നെൽസി എന്നാണ്, എൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ ചേച്ചി എന്നോട് ഒരു കുറേ നാളായാലും അതിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നെൽസി ചേച്ചി, ഹായ് നെൽസി ചേച്ചി, വീഡിയോ കണ്ടെങ്കിൽ ഐ ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ഫോർ നെൽസി ചേച്ചിട്ടോ. ഓക്കെ. അപ്പോൾ നെൽസി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ആണ്. നെൽസി ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും. പക്ഷേ നെൽസി ചേച്ചി അത് എന്നോട് അങ്ങനെ കമൻറ്റിൽ അത് ആവശ്യപ്പെട്ടു. അപ്പോൾ ആളുടെ ഒരു ആവശ്യപ്രകാരം ഒരു പാട്ട് എല്ലാവരും കേട്ട്, ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ഒരു 4 വരി ലൈൻസ് പാടുന്നു. ആരാധികേ
മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴിതിലേ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഉരുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി ആരാധികേ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.